ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപാലകൃഷ്ണൻ. എല്ലാവർക്കും അറിയാം, നമ്മുടെ 8ാം ശമ്പള കമ്മീഷൻ അതിൻ്റെ രൂപീകരണം വളരെ ലേറ്റായിട്ടാണ് നടന്നത്. ഇപ്പോൾ അത് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒന്നര അതായത് 18 മാസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അതുപ്രകാരം നമ്മുടെ ശമ്പള കമ്മീഷൻ ലേറ്റായിട്ടാണ് ഇംപ്ലിമെൻ്റ് ആകുക. അതായത് 2026 ജനുവരിയിൽ നിന്ന് അതൊരു 1.5 വർഷം മുന്നോട്ട് തള്ളിയാൽ ഒരു 2027 ലാസ്റ്റ് 28 ആണ് അത് പുറത്തു വരിക. 2029 ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ 2029 നടക്കണം. ആ സമയത്ത് അതിനെ ഔട്ട് ചെയ്യാമെന്ന പ്ലാനിങ്ങോട് കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ പേ കമ്മീഷനെ ഡിലേ ചെയ്യാനുള്ള കാരണം. അതെന്തോ ആവട്ടെ. പക്ഷേ നമ്മുടെ സബ്ക സൈനിക് സംഘർഷ് കമ്മിറ്റി, എല്ലാവർക്കും അറിയാം, ജന്തർ മന്ദറിൽ അനിശ്ചിതകാല സമരം 393 ദിവസം 20 ഫെബ്രുവരി 2023 മുതൽ 23 മാർച്ച് 2024 വരെ 393 ദിവസം അവിടെ അനിശ്ചിതകാല സമരം ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ മെമ്മോറാണ്ടംസ്, പാർലമെൻറ്റ് ഘേരാവ്, റെയിൽ രോക്കോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. പോലീസ് അറസ്റ്റ് എല്ലാം ഇവിടെ നടന്നിട്ടുള്ളതാണ്. പക്ഷേ അതിനുശേഷം 2024 ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ പെരുമാറ്റച്ചട്ടം വന്നതിൻ്റെ പേരിൽ നമ്മുടെ സബ്ക സൈനിക് സംഘർഷ് കമ്മിറ്റിയുടെ സമരം നിർത്തിവെച്ചു. ആ സമയത്ത് സബ്ക സൈനിക് സംഘർഷ് കമ്മിറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകളിലുള്ള സെക്രട്ടറിമാർക്ക്, അതായത് പാർട്ടി സെക്രട്ടറിമാർക്ക്, BJPയുടെ സെക്രട്ടറി, കോൺഗ്രസിൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഡൽഹിയിലുള്ള എല്ലാ ഓഫീസുകളിലും മെമ്മോറാണ്ടം കൊടുത്തു. അതായത് നമ്മുടെ സമരം പെരുമാറ്റച്ചട്ടപ്രകാരം നിർത്തിവെക്കുകയാണ്. പുതിയ സർക്കാർ വന്നാൽ ആ സർക്കാരിൻ്റെ മുന്നിൽ ഇലക്ഷൻ കമ്മീഷണർ ഈ നമ്മുടെ മെമ്മോറണ്ടംസ് പുതിയ സർക്കാരിനെ ഏൽപ്പിക്കണം. പക്ഷേ പിന്നീട് അവിടെ ഇലക്ഷന് ശേഷം അതേ സർക്കാർ 2ാം സർക്കാരായി സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു മെമ്മോറാണ്ടത്തിനും വെളിച്ചം കണ്ടില്ല എന്ന് തന്നെ പറയാം. അതിനുശേഷം 20 ഫെബ്രുവരി 2025 മെമ്മോറാണ്ടം നമ്മുടെ സബ്ക സൈനിക് സംഘർഷ് കമ്മിറ്റി കൊടുത്തിരുന്നു. കാരണം 20 ഫെബ്രുവരി 2023 നമ്മൾ സമരം തുടങ്ങിയത്. ആ ദിവസം കണക്ക് ചെയ്തിട്ട് 20 ഫെബ്രുവരി 2025 നമ്മളൊരു മെമ്മോറാണ്ടം കൊടുത്തു. ആ മെമ്മോറാണ്ടം നമ്മൾ പേ കമ്മീഷന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അതായത് 6ാം ശമ്പള കമ്മീഷൻ, 7ാം ശമ്പള കമ്മീഷൻ, ORP 1, 2, 3 നടന്നിട്ടുള്ള വിസംഗതി, അതുപോലെ നമ്മുടെ ഫാമിലി പെൻഷൻ്റെ പെർസെൻറ്റേജ്, എല്ലാവർക്കും അറിയാം. ഫാമിലി പെൻഷൻ്റെ പെർസെൻറ്റേജ് നമ്മളെല്ലാം ഒരു ജവാൻ അല്ലെങ്കിൽ ഒരു JCO, അതായത് PBORൽ ആരെങ്കിലും മരണപ്പെട്ടാൽ 67 വയസ്സ് വരെ, അതല്ലെങ്കിൽ 5 വർഷം, ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് എൻഹേൽഡ് ഫാമിലി പെൻഷൻ നമുക്ക് കിട്ടും. 67 വയസ്സ് കഴിഞ്ഞ ഒരു എക്സ് സർവീസ്മാനാണ് മരണപ്പെടുന്നതെങ്കിൽ JCO ജവാനിൽ അദ്ദേഹത്തിൻ്റെ പെൻഷൻ വെട്ടിക്കുറച്ച് അതിൻ്റെ ബേസിക്ക് 30% മാറ്റി നമ്മുടെ ഫാമിലീസിന് കൊടുക്കുന്ന പതിവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതേ സെയിം സംഗതി ഓഫീസേഴ്സ് കാറ്റഗറിയിൽ വരുമ്പോൾ അവർക്ക് ഇങ്ങനെയല്ല കൊടുക്കുന്നത്. അവർക്ക് കൊടുക്കുന്നത് അവർ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന സെയിം പെൻഷൻ ഏത് സമയത്തും അവരുടെ ഡെത്ത് സംഭവിച്ചാൽ അവരുടെ ഫാമിലി പെൻഷനായി തന്നെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ ഭേദഭാവമാണ്. ഇത് സബ്ക സൈനിക് സംഘർഷ് കമ്മിറ്റി 393 ദിവസം നടത്തിയ സമരത്തിലൂടെ മെമ്മോറാണ്ടം വഴി, അതുപോലെ ഡിസ്പ്ലേ ബോർഡുകൾ വഴി ജന്തർ മന്ദറിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഡിസബിലിറ്റി പെൻഷൻ്റെ പെർസെൻറ്റേജ് സ്ലാബ് സിസ്റ്റത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഡിസബിലിറ്റി പെൻഷനെ പെർസെൻറ്റേജ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഓഫീസേഴ്സിന് വലിയ ലാഭവും JCO ജവാന് ലാഭം കുറവും ആയ രീതിയിലുള്ള ഡിസബിലിറ്റി പെൻഷനാണ് വന്നത്. എല്ലാവരുടെ ശരീരത്തിലുള്ള അംഗങ്ങൾ, നമ്മുടെ പാർട്സുകളെല്ലാം ഒരേ മാതിരിയാണ്. പക്ഷേ അതിനംഗമെല്ലാം സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഭേദഭാവം വന്നിരുന്നു. അതും സർക്കാരിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു.
ECHS ക്യാൻറ്റീനിൽ നടക്കുന്ന ഭേദഭാവങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു മാരക ക്യാൻസറായ പട്ടാളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 78 വർഷമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ആ ബ്രിട്ടീഷ് റൂള് ഇന്നും നിലനിർത്തുന്നു നമ്മുടെ ഓഫീസേഴ്സ്. അതായത് സേവാദാറി സിസ്റ്റം. സേവാദാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരുകൾ മാത്രമാണ് മാറിയത്. ആദ്യം ഇത് ബാറ്റ്മാൻ ആയിരുന്നു, പിന്നെ ഹെൽപ്പർ, സഹായക്ക്, ഓർഡർലി, NCO, JCO അങ്ങനെയുള്ള പേരിലെല്ലാം അത് മാറി മാറി വന്നു. പക്ഷേ ചെയ്യുന്നത് വന്നിട്ട് അടിമപ്പണിയാണ്. ആ അടിമത്വം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞുള്ള നമ്മുടെ മെമ്മോറാണ്ടം പ്രദർശിപ്പിച്ചു. ആ മെമ്മോറാണ്ടത്തിൽ കാർട്ടൂൺ പ്രദർശിപ്പിച്ചപ്പോൾ അതിൻ്റെ പേരിൽ കേസ് ഫയൽ ചെയ്യാനുള്ള പ്ലാനിങ് വന്നു. അതുകൊണ്ട് സെക്യൂരിറ്റി സിസ്റ്റം ഇതിൻ്റെ പ്രൂഫ് ആവശ്യപ്പെട്ടു. ജന്തർ സമരക്കാർ അതിൻ്റെ പ്രൂഫ് കൊടുത്തു. ആ പ്രൂഫ് കൊടുത്തതിനനുസരിച്ച് ആ കാണുന്ന ആ കാർട്ടൂൺ പ്രകാരമുള്ള മെമ്മോറാണ്ടംസ്, അതായത് നമ്മുടെ ബാനറുകൾ അവിടെ നിന്ന് മാറ്റാനുള്ള ഓർഡർ വന്നു. പക്ഷേ ഞങ്ങൾ പിറ്റേ ദിവസം, അതായത് സബ്കാ സൈനിക് സംഘർഷ് കമ്മിറ്റി പിറ്റേ ദിവസം വലിയ വലിയ ബാനറുകളാണ് അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തത്. കാരണം ആവശ്യങ്ങൾ നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ കൂടെ നടക്കുന്നത് അതിൻ്റെ എല്ലാം പ്രൂഫുകൾ തയ്യാർ ചെയ്തുകൊണ്ടുള്ള ബാനറുകളാണ് തയ്യാർ ചെയ്തിരുന്നത്. അതിനനുസരിച്ചുള്ള സമരമാണ് അവിടെ നടന്നിരുന്നത്. അതായത് നമ്മുടെ കൂടെ നമുക്ക് അടിച്ചേൽപ്പിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സർക്കാരിന് മുന്നിൽ എടുത്ത് കാണിച്ചു. അതുമാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം 6th CPC ആണ് MSP വന്നത്. ആ MSP ഒരു ഈക്വൽ അലവൻസ് ആയിരുന്നു. അതായത് എല്ലാവർക്കും JCO ഓഫീസർ, ജവാൻ എല്ലാവർക്കും ഒരേ മാതിരിയുള്ള ഈക്വൽ അലവൻസ് ആയിരുന്നു അത്. പക്ഷേ ആ ഈക്വൽ അലവൻസിനെ മറ്റു രീതിയിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മുടെ ഒരു വിഭാഗം, നമ്മുടെ ഒരു വലിയൊരു വർഗം ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് വേണ്ടി ഏറ്റവും വലിയ ജോക്കിങ് അവർ കാണുന്നു, ഏറ്റവും വലിയ കഷ്ടം അവർ കാണുന്നു, ഏറ്റവും മരണം ഏറ്റവും മുൻപിൽ സംഭവിക്കുന്നത് ഓഫീസേഴ്സിനാണെന്നു. പക്ഷേ അവരെ കാത്ത് സംരക്ഷിക്കുന്ന JCO ജവാൻ സുരക്ഷിതരാണോ അല്ലയോ എന്നൊന്നും അവരവിടെ കാണിച്ചില്ല. അങ്ങനെ അവർക്ക് വേണ്ട MSP മറ്റൊരു രീതിയിൽ എടുത്തു വാങ്ങി തെറ്റിദ്ധാരണയിലൂടെ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു. നമ്മുടെ JCO ജവാനെ കബളിപ്പിച്ചു, വഞ്ചിച്ചു, ചതിച്ചു. അതിനുശേഷം ORP 1 വന്നപ്പോൾ എല്ലാവരും കണ്ടതാണ്. പ്രിമച്വർ റിട്ടയർമെൻറ്റ് എന്നെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വലിയൊരു വിഭാഗത്തിന് ORP-യിൽ നിന്നും മാറ്റി നിർത്തി. പക്ഷേ ORP അവകാശപ്പെട്ട JCO ജവാനാണ് അവകാശം. പക്ഷേ ആ ORP കിട്ടിയത് ഓഫീസേഴ്സിനും അത് റെക്കമെൻഡായി. അതിനുശേഷം 7th CPC വന്നപ്പോൾ എല്ലാവരും കണ്ടതാണ്. ഒരു വർഷത്തോളം പേയ്മെൻറ്റ് 3 സേനാ തലവന്മാരും കൂടി ചേർന്ന് സർക്കാരിനെ വീട്ടിലാക്കിക്കൊണ്ട് 7th CPC അവർ വാങ്ങാൻ സമ്മതിച്ചില്ല. അതിൻ്റെ പിന്നിൽ JCO ജവാനെ എല്ലാവരും കൂട്ടത്തിൽ ചേർത്ത് അവർ കാത്തിരുന്നു. പിന്നീട് ചർച്ചകൾ നടന്നു. ബന്ദ് കമറ ചർച്ച, രഹസ്യ ചർച്ച. അവസാനം ഓഫീസേഴ്സിൻ്റെ ഫിറ്റ്മാൻ ഫാക്ട് 7th CPCയിൽ അത് മറ്റൊരു രീതിയിലും നമ്മുടെ 2.57 അങ്ങനെ തന്നെ നിലനിർത്തി. ഓഫീസേഴ്സിനെ 3.81 ആക്കി മാറ്റി. അങ്ങനെ ഒരു 7th CPC നാടകവും നമ്മൾ കണ്ടു. ഇപ്പോൾ ORP, അതിനുശേഷം ORP 2 വന്നു. ORP 2 വന്നപ്പോൾ സമയത്ത് അതിലും വന്നിട്ട് JCOസിനൊന്നുമില്ല. കാരണം JCOs ആദ്യം തൊട്ടേ കൂടുതൽ വാങ്ങുന്നു എന്ന പേരും ഓഫീസേഴ്സിന് കുറവായതുകൊണ്ടാണ് ഓഫീസേഴ്സിന് 6 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ഏരിയർ കൂടി ചേർത്ത് അവർക്ക് ORP 2 കിട്ടി. ORP 3 വന്ന സമയത്ത് എല്ലാവരും കണ്ടു നോൺ ഫങ്ഷണബിൾ അപ്ഗ്രേഡേഷൻ NFU, ഓഫീസേഴ്സിന് മാത്രമായി NFU ലാഗു ചെയ്തു. ഇതും നമ്മൾ ORP 3-ൽ കണ്ടു. JCOs പല തട്ടിലാണിപ്പോൾ. അതായത് JCOs പല തട്ടുകളാണെന്ന് പറഞ്ഞാൽ NER കാറ്റഗറിയെ JCOs, അതായത് മെട്രിക്കിൽ നിന്ന് താഴെ പഠിച്ചവർ. MER കാറ്റഗറി JCOs. അതിൻ്റെ പുറമെ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ഓർഡിനറി ക്യാപ്റ്റനോ ഓർഡിനറി ലെഫ്റ്റനൻറ്റോ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഓഫീസർ മെസ്സിലാണ് അവരുടെ സർക്കാർ വന്നിട്ട്, അതായത് ഡിഫൻസ് മിനിസ്ട്രി അവരുടെ റേഷൻ വരെയൊക്കെ അലോട്ട് ചെയ്യുന്നത്. പക്ഷേ ഓർഡിനറി ലെഫ്റ്റനൻറ്റിനോ ഓർഡിനറി ക്യാപ്റ്റനോ ഓഫീസർ മെസ്സിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കൂടെ ഉള്ളിലേക്ക് പോകാനുള്ള അനുവാദമില്ല. കാരണം അവിടെയും ഭേദഭാവമാണ്. അവർ ഓഫീസറാണ്, ഗവൺമെൻറ് അവരുടെ റേഷൻ ഓഫീസർ മെസ്സിലേക്കാണ് അയക്കുന്നത്. പക്ഷേ അവർക്ക് അവിടെ സ്ഥാനമില്ല. അവർ JCO മെസ്സിൽ തന്നെ അവരുടെ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയുള്ള ഓർഡിനറി ക്യാപ്റ്റൻ, ഓർഡിനറി ലെഫ്റ്റനൻറ്റ്, അതായത് സർവീസിലിരിക്കുമ്പോൾ പെൻഷൻ്റെ മുന്നേ വേർ ചെയ്ത് പെൻഷനാവുന്ന അവർക്ക് മാത്രം MSP ഓഫീസേഴ്സ് കാറ്റഗറി മാതിരി
അവരുടെ സ്കെയിലിൽ കൊടുക്കുന്നു. അതിനുശേഷം റിട്ടയർമെൻ്റായി വന്നതിന് ശേഷം പിന്നീട് നടക്കുന്ന റെക്കമെൻഡേഷനിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടുള്ള ഓർഡിനറി ക്യാപ്റ്റനും ഓർഡിനറി ലഫ്റ്റനൻറ്റിനും ഈ സ്കെയിൽ മറ്റൊരു തരത്തിലായി മാറുന്നു. ഓർഡിനറി സുബേദാർ മേജർ എന്ന് പറഞ്ഞ ഒരു റാങ്ക് 6th CPCയിൽ കൊണ്ടുവന്നതാണ്. അത് അന്ന് മുതൽ ഡമ്മി ആയിട്ട് 0 ആയിട്ടുള്ള ഒരു ടേബിൾ തന്നെ ഇല്ല. ആ രീതിയിലാണ് അത് കിടക്കുന്നത്. ഇതുപോലുള്ള ഭേദഭാവങ്ങൾ, ഒരുപാട് വിസംഗതികൾ സർക്കാരിൻ്റെ മുന്നിൽ എടുത്തു കാണിക്കാൻ സബ്കാ സൈനിക് സംഘർഷ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 20 ഫെബ്രുവരി 2023 മുതൽ 392 ദിവസം സമരം നടന്നത്. സർക്കാരിന് എല്ലാം മനസ്സിലായി. പക്ഷേ നമ്മുടെ ഒരു വിഭാഗം, നമ്മുടെ ഒരു വർഗം അതിനെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നോട്ട് കയറി പോവുകയാണ്. കാരണം വലിയൊരു സ്ട്രെങ്ത് എക്സർവീസ്മാൻ, നമ്മുടെ IESL, ഇന്ത്യൻ എക്സർവീസ്മാൻ ലീഗ്, സ്റ്റേറ്റ് എക്സർവീസ്മാൻ ലീഗ്, ഇവരുടെ എല്ലാം അണ്ടറിൽ നമ്മുടെ വലിയൊരു സ്ട്രെങ്ത് അവരുടെ അടുത്താണുള്ളത്. അവരെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഓഫീസർ കാറ്റഗറിയാണ്. അവർ പറയുന്ന മാതിരി തന്നെ നമ്മുടെ PPORS, അതിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഖജാൻജിയും എല്ലാവരും അവരാണ്. പക്ഷേ എന്നും നേതാവായിരിക്കണം എന്ന ആ ഒരു സങ്കല്പത്തിൽ അവരുടെ ആ ഫാക്ടറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വീണ്ടും ഒരു പട്ടാളക്കാരനായതിനു ശേഷം, വിരമിച്ചതിന് ശേഷം മരണം വരെ ചൂഷണം ചെയ്യുക. അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട നമ്മുടെ സംഘടനയുടെ നേതാക്കന്മാർ ആ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ആ കർത്തവ്യത്തിൽ നിന്നും മാറി നിൽക്കുന്നു. ഇപ്പോൾ നമ്മുടെ 8th CPC വരാൻ പോവാണ്. 8th CPCയിൽ ഇതുവരേക്കും ഒരു സംഘടനയും എവിടെയും സംസാരിക്കുന്നത് കാണുന്നില്ല. ഇപ്പോൾ 20 ഫെബ്രുവരി 2025 നമ്മുടെ സബ്കാ സൈനിക് സംഘർഷ് കമ്മിറ്റി ഒരു മെമ്മോറണ്ടം കൊടുത്തതിന് ശേഷം പിന്നീട് നടന്നത് പഞ്ചാബിൽ, അതായത് സബ്കാ സൈനിക് സംഘർഷ് കമ്മിറ്റിയുടെ കൂടെ 28ഓളം മറ്റ് സംഘടനകൾ ചേർന്നാണ് സബ്കാ സൈനിക് സംഘർഷ് കമ്മിറ്റി ഈ സമരമുഖത്ത് നിൽക്കുന്നത്. ഇപ്പം പഞ്ചാബിൽ അവരുടെ മീറ്റിങ്ങുകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ സെപ്റ്റംബർ മാസത്തിൽ, ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പഞ്ചാബ് സൈഡിലും ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ സൈഡുകളിൽ വലിയ ഫ്ലഡ്, അതായത് വെള്ളപ്പൊക്കം, ഒരുപാട് നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചത്. കാരണം നമ്മുടെ മാതിരിയല്ല, അവിടുത്തെ എക്സർവീസ്മാൻ കൃഷി കാര്യങ്ങളിലാണ് അവർ ഏറ്റവും കൂടുതൽ കൃഷിയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ കൃഷിയെ ബാധിച്ചു, ഒരുപാട് നഷ്ടങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ 20 ഫെബ്രുവരി 2025 കൊടുത്ത മെമ്മോറണ്ടത്തിന് ശേഷം പിന്നീട് സബ്കാ സൈനിക് സംഘർഷ് കമ്മിറ്റിക്ക് അല്പം സമയമെടുക്കേണ്ടി വന്നു. ഇപ്പോൾ അവർ സമയമെടുത്തു. തിരക്കിട്ട മീറ്റിങ്ങുകളാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 നവംബർ 2025 മുതൽ ഒരു അനിശ്ചിതകാല സമരം തുടങ്ങും എന്നുള്ള ഒരു മെമ്മോറണ്ടം ലെറ്റർ നമ്മുടെ ACP, അതായത് TCP, നമ്മുടെ പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ DCPക്ക്, പിന്നെ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് മെമ്മോറണ്ടം കൊടുത്തിരിക്കുകയാണ്. ആ മെമ്മോറണ്ടം ഇപ്പോൾ നമ്മുടെ നവംബർ മാസം, ഇപ്പോൾ 12 നവംബർ 2025 ACPക്കും DCPക്കും ഡൽഹി പോലീസ് കമ്മീഷണർക്കും മെമ്മോറണ്ടം കൊടുത്തിരിക്കുന്നത്. ഈ നവംബർ 20, 2025 മുതൽ നമ്മുടെ 30 ഏപ്രിൽ 2026 വരെ അനിശ്ചിതകാല സമരം ജന്തർ മന്ദറിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷന് വേണ്ടിയുള്ള ലെറ്ററാണ് കൊടുത്തത്. 20 നവംബർ 2025 മുതൽ ഡൽഹി ജന്തർ മന്ദറിൽ സബ്കാ സൈനിക് സംഘർഷ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരുടെ കൂടെ ചേർന്ന 28ഓളം സംഘടനകൾ ചേർന്ന് അനിശ്ചിതകാല ധർണ പ്രദർശനുള്ള പെർമിഷൻ ലെറ്റർ കൊടുത്തു. 20-ാം തീയതി ധർണ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പേ കമ്മീഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ജന്തർ മന്ദറിലിരുന്ന് വീക്ഷിക്കുക, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. നമ്മൾ ഇതിനു മുന്നേ കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടത്തിന് മുകളിൽ അതേ മെമ്മോറാണ്ടം നമ്മുടെ CPC കമ്മീഷൻ്റെ മുന്നിൽ കൊണ്ടുവരിക. ഇതിനു വേണ്ടിയാണ് ഈ സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ സംഘടനകൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. നോർത്ത് ഇന്ത്യൻ സംഘടനകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംഘടനകൾ
ഇവിടെ ഈ വക കാര്യത്തിലെല്ലാം ഉറക്കം തൂങ്ങുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ നടക്കുന്നത്. ദേശീയ സംഘടനകൾ മിണ്ടുന്നില്ല. കാരണം കിട്ടുന്നത് അവരെല്ലാം എന്തെങ്കിലും ചെയ്താൽ കിട്ടും, അത് നമുക്കും ലാഘുവാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജന്തർ മന്ദറിൽ 392 ദിവസം നടന്ന സമരത്തിൻ്റെ ഇടയിലും നമ്മുടെ കേരളത്തിൽ നിന്നടക്കമുള്ള ദേശീയ സംഘടനാ നേതാക്കൾ അവിടെ വന്നിരുന്നു. അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞത് സമരം ചെയ്യുക, ഇതെല്ലാം നോർത്ത് ഇന്ത്യക്കാരെ കൊണ്ട് മാത്രമേ പറ്റൂ, നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം അവിടെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ മനസ്സുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടെയെങ്കിലും അത് ജന്തർ മന്ദർ സമരം നടക്കുന്ന സമയത്ത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ജന്തർ മന്ദർ സമരത്തിൻ്റെ വീഡിയോസ് വരുമ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള ഓർഡർ വരെ കൊടുത്തിരുന്ന ആ വിഷയങ്ങളും അവിടെ ജന്തർ മന്ദറിൽ കേരളത്തിൽ നിന്ന് വന്ന നമ്മുടെ പ്രതിനിധികൾ തന്നെ അവിടെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പല കാര്യത്തിനും നമ്മുടെ അവകാശങ്ങളാണ്, നമ്മുടെ അവകാശങ്ങൾ നമ്മൾ തന്നെ ചോദിക്കണം. ഹിമാചൽ പ്രദേശിൽ നിന്നും നമ്മുടെ ഓർഡിനറി ക്യാപ്റ്റൻ വർമ്മ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. അദ്ദേഹവും ജന്തർ മന്ദറിലെ സബ്ക സൈനിക് സംഘർഷ് കമ്മിറ്റിയുടെ സമരത്തിൻ്റെ കൂടെ അദ്ദേഹം 392 ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹം സക്രിയമായിട്ട് വരികയാണ്. ജമ്മു കാശ്മീരിൽ വന്നിട്ട് ക്യാപ്റ്റൻ ശർമ്മ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിന്നും ആളുകളെ, അവരുടെ സംഘടനകൾ 35ഓളം സംഘടനകളെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഹരിയാനയിലും രാജസ്ഥാനിലും എല്ലാം ഇത് തന്നെയാണ് നടക്കുന്നത്. ഈ സമരം മുന്നോട്ട് പോവും. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഈ കാര്യത്തിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള PBORs ഇതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക, സഹകരിക്കാൻ ശ്രമിക്കുക. അതുമാത്രം ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വോയിസ് മെസ്സേജിൽ വന്നത്. ഈ വോയിസ് മെസ്സേജിൻ്റെ കൂടെ ഞാൻ ജന്തർ മന്ദറിലെ സമരം 20 നവംബർ 2025 സ്റ്റാർട്ട് ചെയ്യുന്ന പെർമിഷൻ ലെറ്റർ, ACP 1 ഓഫീസിൽ നിന്നും സീലടിച്ച ആ ലെറ്ററും ഇതിൻ്റെ കൂടെ ഹിന്ദിയിലാണ്, ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വെൽക്കം. എല്ലാവരെയും 20 നവംബർ 2025 സ്വാഗതം ചെയ്യുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം. നമ്മുടെ മുദ്രാവാക്യം മറക്കണ്ട, അബി നഹി തോ കബി നഹി. ജയ് ഹിന്ദ്. ഞാൻ ഗോപാലകൃഷ്ണൻ.